1336 ഹംപി നഗരം സ്ഥാപിക്കപ്പെടുന്നത്. ചരിത്രാവശിഷ്ടങ്ങളുടെ പഠനത്തിൽ നിന്ന് ഹംപി കോട്ട കെട്ടിഭദ്രമാക്കിയ ഒരു നഗരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കോട്ട മതിലുകളിലെ കല്ലുകളെ യോജിപ്പിക്കുന്നതിന് ഒരു തരത്തിലുള്ള ചുണ്ണാമ്പ് കൂട്ടുകളും ഉപയോഗിച്ചിരുന്നില്ല. പകരം പൂളുകൾ ഉപയോഗിച്ചാണ് കല്ലുകൾ പരസ്പരം ബന്ധിച്ചിരുന്നത്. മറ്റു നഗരങ്ങളുടേതു പോലെയല്ല ഈ കോട്ട മതിലുകളൊന്നും. ലോകത്തിലെ വളരെ കുറച്ചിടങ്ങളിൽ ഇത്തരം ഉന്നത നിലവാരത്തിലുള്ള കൽപ്പണി കണ്ടിട്ടുള്ളൂവെന്നും പോർച്ചുഗീസ് സഞ്ചാരി കോമിങ്കോ പയസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊട്ടാര സമുച്ചയത്തിൽ നിന്ന് നിരവധി കമാനങ്ങളും താഴികക്കുടങ്ങളും തൂണുകളിൽ താങ്ങി നിർത്തിയ മണ്ഡപങ്ങളും ഉണ്ടായിരുന്നു. രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പഴത്തോട്ടങ്ങളും പൂന്തോട്ടങ്ങളും ഹംപിയിലുണ്ടായിരുന്നു. അതിൻ്റെ പ്രതാപ കാലഘട്ടങ്ങളിൽ ഹംപി വ്യാപാര സാംസ്കാരിക പ്രവർത്തനങ്ങളായി മുഖരിതമായിരുന്നു. ചെട്ടികൾ, മൂറുകൾ എന്ന മുസ്ലിം കച്ചവടക്കാർ, പോർച്ചുഗീസുകാരെ പോലെയുള്ള യൂറോപ്യൻ കച്ചവട പ്രതിനിധികൾ തുടങ്ങിയവർ ഹംപിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാന ഉത്സവമായിരുന്നു മഹാനവമി. രാജാവ് അതിഥികളെ സ്വീകരിക്കുകയും സമാന്തരിൽ നിന്നും കപ്പം സ്വീകരിക്കുകയും ചെയ്യുന്നതായി നിലകൊണ്ടിരുന്ന മഹാനവമി പീഠം ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കൊണ്ടായിരുന്ന രാജാവ് നൃത്തവും സംഗീത പരിപാടികളും ഗുസ്തി മത്സരങ്ങളും വീക്ഷിച്ചിരുന്നത്. ഹംപിയിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വിരൂപാക്ഷ ക്ഷേത്രം. ഇത് തുംഗഭദ്ര നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹംപിയിലെ ഏറ്റവും പഴയ ഒരു ക്ഷേത്രമാണിത്. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹം 7-ാം നൂറ്റാണ്ടിലാണെന്ന് കരുതപ്പെടുന്നു. പാപാംതി എന്ന് വിളിക്കുന്ന ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കല്ലിൽ തീർത്ത അപൂർവങ്ങളായ നിരവധി ശില്പങ്ങൾ ഇവിടെയുണ്ട്. പ്രധാനപ്പെട്ട 2 ഗോപുരങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട്. അതിലൊന്ന് 165 അടി ഉയരമുള്ള ഒരു ഗോപുരം ക്ഷേത്രമുറ്റത്ത് സ്ഥിതി ചെയ്യുന്നു. ബിസ്തപ്പയ്യ ഗോപുരം എന്നാണിത് അറിയപ്പെടുന്നത്. 11 നിലകൾ ഉള്ള ഈ ഗോപുരം വിരൂപാക്ഷ ക്ഷേത്രവും ഏതു കാലത്തുണ്ടാക്കിയത് എന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭ്യമല്ല. എന്നാൽ 2ാമത്തെ ഗോപുരം കൃഷ്ണദേവരായർ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പണിതീർത്താണ്. പല പ്രാവശ്യങ്ങളായി ഈ ക്ഷേത്രം പുതുക്കിയതായി തെളിവുകളുണ്ട്. എന്നാൽ ഏറ്റവും അവസാനം അത് പുതുക്കിയത് 1510 ശ്രീകൃഷ്ണദേവരായർ ആയിരുന്നു. വിശാലമായ 2 മുറ്റങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. എല്ലാം കരിങ്കൽ പാകിയിരുന്നു. 2ാമത്തെ മുറ്റത്താണ് വിളക്കുമാടവും കൊടിമരവും സ്ഥിതി ചെയ്യുന്നത്. ഈ മുറ്റത്തിന് ഇടതുവശത്തായി ചില ഉപദേവത ക്ഷേത്രങ്ങൾ കൂടി സ്ഥിതി ചെയ്യുന്നു. അവ പട്ടളേശ്വര, മുക്തി നരസിംഹ, സൂര്യനാരായണ എന്നീ ദേവതകളുടേതാണ്. വലതുവശത്ത് മഹിഷാസുര മർദ്ദിനിയുടെയും ലക്ഷ്മി നരസിംഹസ്വാമിയുടെയും അമ്പലം സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പുഴയോട് തിരിഞ്ഞ് ഇരിക്കുന്ന ഭാഗത്തെ ചുമരിനൊരു വലിയ തുളയുണ്ട്. ആ തുളയിലൂടെ അമ്പലത്തിനു മുന്നിലുള്ള ഗോപുരത്തിൻ്റെ ചിത്രം പുറകിലെ ചുവരിൽ തല തിരിഞ്ഞു കാണുന്നു. മറ്റു യാതൊരുവിധ വിദ്യകളും ഇല്ലാതെയാണിത് സാധ്യമാവുന്നത്. റാണി മന്ദിരത്തിനു വടക്കു കിഴക്കു ഭാഗത്തായി കൊട്ടാര വളപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രമാണ് ഹസാരരാമക്ഷേത്രം. ഒരു ശ്രീരാമ ക്ഷേത്രമാണ്. 15-ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത്. ദ്രാവിഡ കലാവിരുതിൻ്റെ ഒരു മൂർത്തരൂപമാണ് ഈ ക്ഷേത്രം എന്നും പറയാം. ഇപ്പോൾ ഇവിടെ പൂജാദികൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. കൊത്തുപണികളില്ലാത്ത ഒരു കല്ലുപോലും ഈ ക്ഷേത്രത്തിൽ കണ്ടെത്താനാവില്ല. രാമായണ കഥ മൊത്തമായി രാമജനനം മുതൽ സ്വർഗാരോഹണം വരെ ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നു. അമ്പലത്തിനകത്ത് പുറമെ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കറുപ്പ് കലർന്ന ഗ്രാനൈറ്റ് കല്ലുകൾ തീർത്ത ശില്പങ്ങളാണുള്ളത്. പുറത്തുനിന്നും കൽപ്പാത്തി വെച്ച് വെള്ളം ഇവിടേക്ക് എത്തിക്കുന്നു. അമ്പലത്തിൻ്റെ ചുറ്റുമതിൽ വിജയനഗര സാമ്രാജ്യത്തെ അപ്പാടെ ചിത്രീകരിക്കുന്ന വിവിധ കലാരൂപങ്ങളുടെ കൊത്തുപണികളാണ് സമൃദ്ധമാണ്. ഒരു നൃത്ത മണ്ഡപവും ഇതിനകത്തുണ്ട്. ഹംപിയിലെ മിക്ക ക്ഷേത്രങ്ങളിലും അമ്പലത്തിനകത്ത് നൃത്ത മണ്ഡപം കൂടി കാണാവുന്നത്. ലവകുശന്മാരുടെ രാമായണ കഥ വിശദീകരിച്ച് പ്രതിപാദിച്ചതിനു പുറമെ ഭാഗവത പുരാണം മുഴുവനായും ഇവിടെ കൊത്തുപണികൾ ചുരുക്കി പ്രവർത്തിച്ചിരിക്കുന്നു. 1986 ഹംപി യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. രാജഭരണകാലത്തെ ശേഷിപ്പുകൾ വീണ്ടെടുക്കാൻ വർഷങ്ങൾ നീണ്ട നിരവധി പ്രവർത്തനങ്ങളാണ് നടന്നത്.